സനാതനധർമ്മം അശ്ലീലമാണെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിൽ കേസെടുക്കണമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഭൂരിപക്ഷ സമുദായത്തെ എങ്ങനെ ഭിന്നിപ്പിക്കാമെന്ന ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നും സുരേന്ദ്രൻ. സനാതനധർമ്മം അശ്ലീലം ആണെന്നുള്ള CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന ബാലിശമായ ജൽപ്പനമാണ്. ഇവിടെ ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തെ എങ്ങനെ ഭിന്നിപ്പിക്കാം എന്നുള്ള ഒരു ശൃഗാല തന്ത്രവുമായിട്ടാണ് മൂപ്പർ ഇറങ്ങിയിരിക്കുന്നത്. അത് നടക്കില്ല. ഇവിടെ കേരളത്തിൽ 99% മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അവർക്ക് ആരാധന സ്വാതന്ത്ര്യമില്ല. നമ്മുടെ കേരളത്തിൽ ഇന്ന് അത്രയും വലിയ പരിഷ്കൃത സമൂഹമാണ്, വലിയ വിപ്ലവകാരികളാണ് ഞങ്ങൾ എന്നാ പറയാൻ ധൈര്യമുണ്ടോ? സൂരജ് സജി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, ഈ വിഷയത്തിൽ എങ്ങനെ നീങ്ങാനാണ് ഇനി ബി.ജെ.പിയുടെ തീരുമാനം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, ഈ സനാതനധർമ്മം അശ്ലീലമാണെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ബി.ജെ.പി ഇപ്പോൾ നിലപാട് ഘടിപ്പിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ തന്നെ അതിൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഇന്നുണ്ടായത്. ശിവഗിരി വിഷയത്തിൽ മുഖ്യമന്ത്രി നടത്തിയ നിലപാടിന്റെ തുടർച്ചയാണ് എം വി ഗോവിന്ദന്റെ പ്രസ്താവന എന്നുള്ളതാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. അമേധ്യ ജൽപ്പനമാണ് എം വി ഗോവിന്ദന്റേത്. എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദനെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഈ CPIM ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല, അതിൽ പണ്ഡിതന്മാരുണ്ട്, പണ്ഡിതന്മാരുടെ അഭിപ്രായം നോക്കിക്കൊണ്ട് മാത്രം അതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടതുള്ളൂ എന്ന തുടങ്ങി എം വി ഗോവിന്ദനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നടക്കമുള്ള കടുത്ത നിലപാടിലേക്ക് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ എത്തുകയും ചെയ്തു. കീർത്തന, ശരി. സനാതനധർമ്മം അശ്ലീലം എന്ന എം വി ഗോവിന്ദന്റെ പരാമർശത്തിനെതിരെ കേസെടുക്കണമെന്നാണ് ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.